ശരിക്കുള്ള മാതാവ് ആരാണ് എന്നൊരു ചോദ്യം മനസ്സിലുള്ളതാണ്. ശരിക്കുള്ള മാതാവ് ആരാണ്? അമ്മമാരെ കുറിച്ച് നമ്മൾ കുറെ കേട്ടു. ഇപ്പൊ പെണ്ണുങ്ങളും അമ്മയും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ അമ്മയും മാതാവും കൂടി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, മിക്കവാറും എല്ലാവരും അമ്മമാര് തന്നെയാണ്. ഇതിൽ മാതാക്കളായിട്ട് എത്ര ആളുണ്ട്? ഞാൻ അമ്മയാണ് എന്ന് പറയുന്നവരാരൊക്കെ ഉണ്ട്? ഞാൻ അമ്മയാണ്. എല്ലാവരും കൈ കുത്തിക്കാൻ പോലും പഠിക്കുന്നത്. മാതാവാണെന്ന് പറയുന്നതിലുള്ള കാര്യം ഒരാള്, രണ്ടാണ്. അപ്പൊ അമ്മയും മാതാവുമാണ്. വെരി ഗുഡ്. ആ അമ്മമാരെ മാതാക്കളെ നമസ്കരിക്കും. അമ്മയും മാതാവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഇന്റർനാഷണൽ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഭാരത സംസ്കൃതിയുടെ കണ്ണിലൂടെ കാണുമ്പോൾ മാതാവിനെ ആദരിക്കാനുള്ള ദിവസമാണ്. എല്ലാ അമ്മമാരും അമ്മമാരല്ല. അത് അമ്മമാരും വേർപെട്ട് ജീവിക്കേണ്ടി വന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞത് പല കാരണങ്ങളുണ്ട്. അപ്പൊ ആ വിഷയത്തിൽ ഞാൻ പോകുന്നില്ല. പക്ഷെ അമ്മമാരിൽ നിന്ന് നമ്മൾ മാതാവായിട്ട് മാറേണ്ടതുണ്ട്. മാതാവ് എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല. ലോകം കണ്ട ഏറ്റവും വലിയ മാതാവ് ഒരാൾ ശ്രീകൃഷ്ണനാണ്. പറഞ്ഞ വിശ്വസിക്കും. പിതാഹമസ്യ ജഗതോ മാതാ ദാത പിതാമഹ. ഭഗവത്ഗീതയുടെ നടുഭാഗത്ത് ഭഗവാൻ പറഞ്ഞു, ഞാൻ മാതാവാകുന്നു. പറഞ്ഞതാണ് ശ്രീകൃഷ്ണൻ. അപ്പൊ അവിടെ സ്ത്രീ രൂപമല്ല. ശ്രീകൃഷ്ണൻ നമ്മൾ പുരുഷരൂപമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഭഗവത്ഗീതയിൽ രണ്ട് രൂപത്തിൽ പറയുന്നുണ്ട്. ഒന്ന് രൂപമുള്ള കൃഷ്ണനും പിന്നെ തത്വത്തിലുള്ള കൃഷ്ണനും. തത്വത്തിലുള്ള കൃഷ്ണൻ പറയുമ്പോഴാണ് ഞാൻ മാതാവാകുന്നു എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഇതിങ്ങനെ ഒരു അമ്മമാരുടെ പരിപാടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറെ പുരുഷന്മാരൊക്കെ പോയി. അതൊന്നും പെണ്ണുങ്ങളെ പരിപാടി. നമ്മൾ നമ്മളുടെ ഉള്ളിൽ മാതൃത്വ ഗുണം ഉയർത്തുമ്പോൾ മാത്രമേ നമ്മൾ മാതാവ് ആകുന്നുള്ളൂ. എന്താണ് മാതൃത്വ ഗുണം? നമ്മൾ വളർത്തിയെടുക്കേണ്ട ഗുണം എന്താണ് എന്ന് ഇന്ന് ആലോചിക്കാം. ഇന്നല്ലാതെ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ 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 നമ്മളുടെ ശീലമായിട്ട് വരും. അതെ, അങ്ങനെയാണ്. ത്യാഗമാണ് മാതാവിന്റെ ഏറ്റവും വലിയ ഗുണം. ത്യാഗം. എങ്ങനത്തെ ത്യാഗം? നിഷ്കാമമായിട്ടുള്ള ത്യാഗം. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ. ഇപ്പൊ നമ്മൾ ഗർഭപാത്രത്തിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. പല അമ്മമാരും കുട്ടികൾ വളർന്നു വലുതുമായി വരുമ്പോൾ ഈ ഗർഭപാത്രത്തിന്റെ വാടക ചോദിക്കുന്നു എന്നുള്ളതാണ് വലിയ സങ്കടം. 9 മാസം പെറ്റു, ഞാൻ നിന്നെ പേറി നടന്നില്ലേ, ഇപ്പൊ നീ ഇങ്ങനെയാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു മഹത്വത്തിനെ, മാതൃത്വത്തിനെ ശരിക്കും നമ്മൾ ഇൻസൾട്ട് ചെയ്യണം.